ഓം ശാന്തി. ജ്യോതി മണ്ഡലകാല വ്രതത്തോടനുബന്ധിച്ച് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആത്മീയ തീർത്ഥാടനത്തിൽ ഇന്ന് നമുക്ക് 15ാമത്തെ പടിയിലേക്കുള്ള കയറ്റമാണ്. ഇന്ന് നമുക്ക് അയ്യപ്പ ഭക്തരുടെ കറുപ്പ് വസ്ത്രം അഥവാ നീല വസ്ത്രത്തിൻ്റെ മഹത്വം എന്താണെന്ന് മനസ്സിലാക്കാം. ഏതൊരു അയ്യപ്പ ഭക്തനെയും നമ്മൾ കറുപ്പ് വസ്ത്രത്തിലോ നീല വസ്ത്രത്തിലോ കണ്ടു കഴിഞ്ഞാൽ അറിയാമല്ലോ, ഇത് ശബരിമല പോകുന്ന ഒരു അയ്യപ്പ സ്വാമിയാണ്. ആ വസ്ത്രം ഒരു യൂണിഫോം പോലെയാണ്. ഇപ്പോൾ സിസ്റ്റർ ഈ വെള്ള വസ്ത്രം ധരിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം, ഇത് ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയത്തിലെ യൂണിഫോമാണ്. അപ്പോൾ കറുപ്പ് വസ്ത്രം എന്തുകൊണ്ടാണ് നമ്മൾ അയ്യപ്പ ദർശനത്തിന് വേണ്ടി പ്രത്യേകിച്ച് ചൂസ് ചെയ്യുന്നത്? കറുപ്പർത്ഥം നമ്മൾ ആത്മാവിൻ്റെ കറുത്ത അവസ്ഥയെ കാണിക്കുകയാണ്. കാരണം ഭഗവാന്റെ അടുത്തേക്ക് നമ്മൾ അഭയം തേടുന്നത്, ഈശ്വരനെ തേടിയുള്ള യാത്ര നമ്മൾ എപ്പോഴാണ് ചെയ്യുന്നത്? പറയാറുണ്ട്, ദുഃഖത്തിൽ എല്ലാവരും എന്നെ സ്മരിക്കും, സുഖത്തിൽ ഒരാൾ പോലും എന്നെ ഓർമ്മിക്കില്ല. അപ്പോൾ ദുഃഖത്തിൻ്റെ ഇരുട്ടാണ് കാണിച്ചിരിക്കുന്നത് കറുപ്പായിട്ട്. ദുഃഖം, അശാന്തി, അജ്ഞത, ദുർവികാരങ്ങൾ, കാമക്രോധ ലോഭ മോഹ അഹങ്കാരം തുടങ്ങിയ ദുർവികാരങ്ങളുടെ കറുപ്പ് നമ്മളിൽ പിടിച്ചിരിക്കുകയാണ്. പിന്നെയും ദുശീലങ്ങൾ, വേണ്ടാത്ത സ്വഭാവങ്ങൾ, മദ്യം, പുകവലി, മയക്കുമരുന്നുകൾ, എല്ലാ തരത്തിലുള്ള ഡിജിറ്റൽ അഡിക്ഷൻ അല്ല, സോഷ്യൽ മീഡിയ അഡിക്ഷൻ, എവിടെ നമ്മൾ നോക്കിയാലും ഒരു തരത്തിലുള്ള അടിമത്ത സ്വഭാവം, ഇത് നമ്മളെ കറുപ്പടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ദുശീലങ്ങളും ദുസ്വഭാവങ്ങളും ദുർവികാരങ്ങളും അല്ലേ, ലേറ്റായിട്ട് കിടക്കുക, ലേറ്റായിട്ട് എഴുന്നേൽക്കുക, മടി പിടിച്ചിരിക്കുക, കാര്യങ്ങൾ സമയത്ത് ചെയ്യാതിരിക്കുക അല്ലേ, അപ്പോൾ ഇതെല്ലാം നിരാശ, ശാന്തി, വിഷാദം, ഭയം, ഈ കറുപ്പെല്ലാം നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെ കാണിച്ചിരിക്കുകയാണ്. അപ്പോൾ കൽപ്പാന്ത കാലത്തിൽ നമ്മുടെ മനോസ്ഥിതി, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് കറുത്തുപോയി. അപ്പോൾ നമ്മൾ അല്ലേ, കറുത്ത അവസ്ഥയിൽ നിന്ന് വെളുത്തവരായി മാറാൻ നമുക്ക് ആര് വേണം? ഭഗവാന്റെ കൂട്ടുകെട്ട് വേണം, തീർത്ഥയാത്ര വേണം, ശുദ്ധികൾ വേണം. അപ്പോൾ ഈ 41 ദിവസത്തെ ശുദ്ധിയിലൂടെ കറുത്തവരിൽ നമുക്ക് വെളുത്തവരാകാൻ, ആത്മാവിൽ പിടിച്ചിരിക്കുന്ന കറുപ്പ് നീക്കാൻ, അവഗുണങ്ങൾ നീങ്ങി ഗുണവാനാകാൻ, പതിതാത്മാവിനെ പാവനമാകാൻ, തമോ ഗുണി അവസ്ഥയിൽ നിന്ന് വീണ്ടും സദോ ഗുണിയായിട്ട് മാറാൻ, മുള്ളു പോലെയുള്ള നമ്മുടെ സ്വഭാവങ്ങളെ മാറ്റി നമുക്ക് വീണ്ടും പുഷ്പം പോലെയായിട്ട് മാറാൻ, വാടിയ അവസ്ഥയിൽ നിന്ന് ഒരു വിടർന്ന അവസ്ഥയിലേക്കുള്ള മടക്ക യാത്രയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യണേ? ഈ തീർത്ഥാടനം ചെയ്ത് ഭഗവാന്റെ അടുത്ത് പോയി ശരണം പ്രാപിക്കുകയാണ്. ഭഗവാനെ കറുത്തു പോയ ഞങ്ങളെ, നമ്മുടെ മനസ്സുകളെ വീണ്ടും പ്രകാശമുള്ളതാക്കൂ, വെളുത്തതാക്കി മാറ്റൂ. അയ്യപ്പ ദർശനത്തോടുകൂടി തിരിച്ചു വന്നു കഴിഞ്ഞാൽ വീണ്ടും കറുപ്പ് മുണ്ട് നമ്മൾ മാറ്റണം. അപ്പം കറുപ്പ് വസ്ത്രം മാറ്റുന്നതിനോടൊപ്പം നമ്മുടെ ഉള്ളിലെ കറുപ്പുകൾ, ഇരുട്ടെത്രത്തോളം നീങ്ങി എന്ന് നമ്മൾ നോക്കണം. കാരണം നമ്മളെല്ലാ ആത്മസ്വരൂപങ്ങളും വെളുത്തവരായിട്ട് പരമാത്മാവിൻ്റെ അടുത്ത്, വീട്ടിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് നമ്മൾ നാടകം കളിക്കാൻ വന്നപ്പോൾ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശത്തോടു കൂടി വന്നവരാണ് നമ്മൾ. സദോഗുണങ്ങളുടെ പ്രകാശം നമ്മളിലുണ്ടായിരുന്നു. അങ്ങനെ സത്യയുഗം, ത്രേതായുഗം, 2 യുഗങ്ങളിൽ അരക്കൽപ്പം ഈ ഭൂമിയിലെ ജീവിതത്തിൽ നമ്മൾ എല്ലാവരും വെളുത്തവരായിരുന്നു. രാജ്യവും പ്രജയും, അങ്ങനെ ശരീരവും മനസ്സും വെളുത്ത അവസ്ഥ. ആത്മാവ് വെളുത്തതായതുകൊണ്ട് തന്നെ, ഗുണവാന്മാരായിരുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശാരീരികമായ അപ്പിയറൻസിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം സ്വാഭാവിക സൗന്ദര്യവും നമുക്കുണ്ടായിരുന്നു. അങ്ങനെ മനസ്സും ശരീരവും വെളുത്ത അവസ്ഥയിലാണ് നമ്മളെ ദേവമാനവരെന്ന് വിളിച്ചിരുന്നത്. ദേവന്മാർ, ദേവിമാർ. അവിടെ ആൺ പെണ്ണെന്നുള്ള വാക്കൊന്നും പറയില്ല, മനുഷ്യനെന്നല്ല വിളിച്ചിരുന്നത്. മനുഷ്യനെ ദേവനെന്നും ദേവിയെന്നാണ് വിളിച്ചിരുന്നത്. അങ്ങനെ ആ സത്യത്രേതയുഗത്തിൽ ഈ ഭാരതഭൂമിയിൽ ജീവിച്ചിരുന്ന 33 കോടി ജനങ്ങൾ ടോട്ടൽ ജനസംഖ്യയാണ്.
ദേവീ ദേവതകളായിരുന്നു. ആ കാലഘട്ടത്തെയാണ് നമ്മൾ ദേവലോകം, വൈകുണ്ഠം, പാരഡൈസ്, സ്വർഗം എന്നെല്ലാം പറയണത്. ആ സ്വർഗം അഥവാ ദൈവികമായ ഗുണങ്ങളോട് കൂടിയ ജീവിതം. നരനിലും നാരിയിലും, നരൻ നാരായണനെ പോലെയായിരുന്നു, നാരി ലക്ഷ്മിയെ പോലെയായിരുന്നു. അപ്പോൾ ഇത്രയധികം ദൈവിക ഗുണങ്ങളോട് കൂടി നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന് അരക്കൽപ്പം ഈ ഭൂമിയിലെ ജീവിതം അങ്ങനെയായിരുന്നു. ഏകദേശം ഭഗവാൻ പറയണേ 2500 വർഷത്തോളം നമ്മുടെ ജീവിതം, ജന്മങ്ങൾ, അനേക ജന്മങ്ങൾ നമ്മളിങ്ങനെ ജീവിച്ചിരുന്നവരാണ്. അപ്പം അത്രയധികം വെളുത്ത ജീവിതം, സുഖവും ശാന്തിയും സന്തോഷം, സമൃദ്ധി, ആരോഗ്യം, എല്ലാവർക്കും സമത്വം, സാഹോദര്യം, സമൃദ്ധി എല്ലാവരുടെയും ജീവിതത്തിലെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ദിവ്യ ഗുണങ്ങളോട് കൂടി ജീവിച്ചിരുന്നവരെയാണ് ദേവതകളെന്ന് വിളിക്കുന്നത്. അതായത് ദൈവത്തിൽ, പരമാത്മാവിലുണ്ടായിരുന്ന അതേ ഗുണങ്ങൾ നമ്മളിലുണ്ട്. അതാണ് ശ്രീ അയ്യപ്പസ്വാമിയിൽ നമ്മൾ കാണുന്നത്. ഏത് ക്ഷേത്രങ്ങളിലാണെങ്കിലും ആ മൂർത്തി രൂപങ്ങളായി, വിഗ്രഹങ്ങളുടെ രൂപത്തിൽ, അല്ലെങ്കിൽ വീട്ടിൽ നമ്മൾ ഫോട്ടോ വെച്ച് ആരാധിക്കുന്ന എല്ലാ ദേവീ ദേവതകളും ആ 2500 വർഷം ഈ ഭൂമിയിൽ ദൈവികമായ ജീവിതം ജീവിച്ച് കടന്നു പോയവരാണ്. അതുകൊണ്ടാണ് ആ 33 കോടിയെ നമ്മൾ പൂജിക്കുന്നത്. അവരിലെ ദൈവിക ഗുണങ്ങൾക്ക് നമ്മൾ പൂജ കൊടുക്കുകയാണ്. ദൈവത്തെ പോലെ ഗുണങ്ങളുള്ളവരായിരുന്നു. പക്ഷെ ജന്മങ്ങൾ സത്യയുഗവും ത്രേതയുഗവും കഴിഞ്ഞ് ദ്വാപരയുഗമാകുമ്പോൾ, കാലചക്രത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ആത്മാവിൻ്റെ ആ കറുത്ത വെളുത്ത അവസ്ഥ കാലചക്രത്തിൻ്റെ ചിത്രത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. അതാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. സത്യത്രേതയുഗത്തിൽ ആത്മാവിൻ്റെ അവസ്ഥയാണ് സ്വർണ്ണ കളറും വെള്ളിക്കളറും, ഗോൾഡൻ ഏജ്, സിൽവർ ഏജ് എന്നാ പറയാം. പക്ഷെ ദ്വാപരയുഗം മുതൽ, ദ്വാപരയുഗത്തെ ചുവപ്പ് കളറിലാണ് കാണിച്ചിരിക്കുന്നത്, കോപ്പർ ഏജ്. കലിയുഗം എത്തിയപ്പോൾ നോക്കൂ, കറുപ്പ് കളറാണ്, അയൺ ഏജ്. ഇരുമ്പ് പോലെ തുരുമ്പ് പിടിച്ച അവസ്ഥയാണ് നമ്മുടെ സ്വഭാവങ്ങളിൽ. ഇത് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥയെ കാണിക്കുകയാണ്. ഇരുട്ട് നിറഞ്ഞിരിക്കുന്നത് മനസ്സിലാണ്. അപ്പോൾ കറുത്തു പോയത് നമ്മുടെ മനസ്സുകളാണ്. അപ്പോൾ ഭഗവാനോട് പറയുക, കലിയുഗ വരദനായിട്ട് അങ്ങ് വന്ന്, പരമാത്മാ വന്ന് നമ്മൾ ഓരോ ജീവാത്മാവും, കാരണം എല്ലാവരും ശരീരത്തിലാണ്, എല്ലാ ആത്മസ്വരൂപങ്ങളും. അപ്പോൾ എല്ലാ മനുഷ്യരും ഭൂമിയിൽ സത്യത്രേത ദ്വാപര കലി 4 യുഗങ്ങളിലൂടെയുള്ള ജീവിത യാത്രയ്ക്കൊടുവിൽ കറുത്ത അവസ്ഥയിൽ നിന്ന് വീണ്ടും നമുക്ക് വെളുത്തവരാകണമെങ്കിൽ സദാ വെളുത്തിരിക്കുന്ന ഒരേ ഒരാൾ സദാശിവൻ മാത്രമാണ്. ആ പരമ്പൊരുൾ പരംജ്യോതി മാത്രമാണ്. അപ്പോൾ ആ പരമപ്രകാശം, പരമാത്മാവിൻ്റെ കണക്ഷൻ, അതാണ് ധ്യാനം. ഭഗവാനുമായിട്ട് ആ യോഗം, സർവശ്രേഷ്ഠ യോഗം, ആത്മാവ് പരമാത്മാവുമായി വയ്ക്കുന്ന ആ യോഗത്തിൻ്റെ പേരാണ് രാജയോഗം. ആ ധ്യാന മാർഗമാണ് വീണ്ടും നമ്മളെ കറുത്തവരിൽ നിന്ന് വെളുത്തവരാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് 15ാം പടി കയറണം. 15ാം തിരുപ്പടിയിൽ നമ്മൾ നടത്തേണ്ട ദർശനം എന്താണ്? നമ്മുടെ തന്നെ സുദർശനം. നമ്മളെല്ലാവരും ആരായിരുന്നു? സത്യത്രേതയുഗത്തിൽ ദൈവിക ഗുണവാന്മാരായി ജീവിച്ചിരുന്നവരാണ്. ദ്വാപരയുഗം മുതലാണ് നമ്മൾ പടിയിറങ്ങിയത്. കലിയുഗം എത്തിയപ്പോഴേക്കും പൂർണ്ണമായും ആത്മബോധം പോയി, ശരീരബോധത്തിൽ വന്ന് നമ്മൾ മനസ്സുകൾ കറുത്തുപോയി. ദുശീലം, ദുസ്വഭാവം, ദുർവികാരങ്ങളാൽ കറുത്തു. ഇപ്പം നമുക്ക് കലിയുഗത്തിന് ശേഷം വീണ്ടും എടുത്തത് എന്താണ്? സത്യുഗം വരികയാണ്. അപ്പം നമ്മൾ ജന്മങ്ങളുടെ പടി ഇറങ്ങിയതാണ്. അപ്പം കലിയുഗത്തിൻ്റെ താഴെ നിന്ന് നോക്കുമ്പോൾ ഒരു മല പോലെയാണ് നമുക്ക്. എവിടെ? സത്യുഗം. കാരണം അനേക ജന്മങ്ങൾ ഇറങ്ങി, പടി ഇറങ്ങി 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 നമ്മൾ താഴെ എത്തി. ഇപ്പം നമുക്ക് തിരിച്ച് പടി കയറേണ്ട സമയമാണ്. പക്ഷെ പടി കയറാനുള്ള ശക്തി നമുക്കില്ല, സമയവും നമ്മുടെ പക്കലില്ല. പക്ഷെ നമുക്ക് എല്ലാവർക്കും സുഖവും വേണം, ശാന്തിയും വേണം, സന്തോഷവും വേണം. അപ്പോൾ ഭഗവാൻ എന്താ പറയണേ? മക്കളെ, ബാക്കിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കലിയുഗത്തിന് മുമ്പ് ദ്വാപരയുഗത്തിന് മുമ്പ് ത്രേതായ്ക്ക് മുമ്പ് സത്യുഗം. അപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ പടിയിറക്കം നോക്കുമ്പോൾ നമ്മൾ ഏറ്റവും ഉയർന്ന അവസ്ഥയിലായിരുന്നു, മലമേലെയായിരുന്നു. ഏത് മല? വെളുത്ത മലയിലായിരുന്നു നമ്മളെല്ലാം. സർവ്വഗുണങ്ങളും നിറഞ്ഞവരായിരുന്നു, സമ്പൂർണ്ണ നിർവികാരികളായിരുന്നു. എല്ലാ കലകളും നമ്മളിലുണ്ടായിരുന്നു, നിറവുള്ളവരായിരുന്നു, മര്യാദ പുരുഷോത്തമന്മാരായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ജന്മങ്ങളുടെ പടി ഇറങ്ങി 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 ഈ അവസ്ഥയിലേക്ക് വന്നത്. ജീവിതയാത്രയെ കാണിക്കുകയാണ് നമ്മുടെ. അപ്പോൾ ഇപ്പം നമുക്ക് എന്താ സമയം?
വീണ്ടും ഈ മണ്ഡലകാലം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? നമുക്കൊരു ആത്മീയ തീർത്ഥാടനം ചെയ്യേണ്ട ആവശ്യകത എല്ലാവർക്കും, കുട്ടി കുടുംബസമേതം സർവർക്കുമുണ്ട്. എവിടുന്ന് എങ്ങോട്ട് നമുക്ക് യാത്ര ചെയ്യണം? കറുത്തവരിൽ നിന്ന് വീണ്ടും വെളുത്തവരായി മാറാൻ. അതാണ് അയ്യപ്പസ്വാമി നമുക്ക് നൽകുന്ന ദർശന പുണ്യ സായുജ്യം. നിങ്ങൾക്ക് എന്നെ പോലെയാകാം, തത്വമസി. എത്രത്തോളം ഉയരാം? അയ്യപ്പനെ പോലെ. അതുകൊണ്ട് വേറെ എവിടെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ആരാധനയിലും ഒരു വിശേഷ സമയത്തും അല്ലേ ആരാധിക്കുന്നതും അയ്യപ്പനെ കാണാൻ പോകുന്നവരും സ്വാമി അയ്യപ്പന്മാർ. ഇത് ശബരിമല തീർത്ഥാടനത്തിൻ്റെ മാത്രം വിശേഷതയാണ്. അതുകൊണ്ട് ഇന്ന് നമുക്ക് 15ാം പടിയിലേക്ക് കയറാം. സ്വാമി അയ്യപ്പനെ നമുക്കൊക്കെ കണ്ണിൽ ദർശിക്കാം. അയ്യപ്പസ്വാമിയിൽ എന്തെല്ലാം വിശേഷതകളുണ്ടോ, എല്ലാ ദൈവിക ഗുണങ്ങളും, ആ ദിവ്യ ഗുണങ്ങളെല്ലാം എന്നിലുമുണ്ട്. ദേഹമാകുന്ന ഈ ക്ഷേത്രത്തിൽ ആത്മാവാകുന്ന മൂർത്തിയിലേക്കൊന്ന് ദർശിക്കൂ. ഞാൻ ശ്രീ അയ്യപ്പനെ പോലെ ജ്ഞാനപ്രകാശമാണ്. വിവേകത്തിൻ്റെ വെളിച്ചം എനിക്കുണ്ട്. എനിക്ക് കറുത്ത അവസ്ഥയിൽ നിന്ന് വെളുത്ത അവസ്ഥയിലേക്ക് തിരിച്ചു പോകണം. അതിനാൽ ഇന്നു മുതൽ 7 ദിവസത്തേക്ക് ഞാൻ ആഴ്ചയിൽ 7 ദിവസവും വ്രതമിരിക്കാൻ പോകുകയാണ്. എല്ലാ തിങ്കളാഴ്ചകളിലും ഈ വ്രതമെടുക്കാം. ഞാൻ ശാന്തസ്വരൂപമാണ്. ശാന്തിയുടെ കടലായ പരമാത്മാവിൽ നിന്ന് ശാന്തിയുടെ ശക്തി ആത്മാവിലും ശരീരത്തിലും നിറഞ്ഞ് എൻ്റെ വാക്കുകളും പ്രവൃത്തികളുമെല്ലാം എല്ലാ തിങ്കളാഴ്ചകളും ശാന്തിയോടെ ആയിരിക്കും. തിങ്കളാഴ്ച വ്രതമാണ് എൻ്റെ ശാന്തത. ചൊവ്വാഴ്ച വ്രതമാണ് ഞാൻ അയ്യപ്പനെ പോലെ സർവരുടെയും സ്നേഹിയാണ്. എല്ലാവരും എൻ്റെ ആത്മമിത്രങ്ങളാണ്, ആത്മബന്ധുക്കളാണ്, ഭഗവാന്റെ മക്കളാണ്. അതിനാൽ എല്ലാ ചൊവ്വാഴ്ചയും ഞാൻ രാവിലെ കണ്ണ് തുറക്കുമ്പോൾ മുതൽ രാത്രി ഉറങ്ങും വരെ എല്ലാവരുടെയും നെറ്റിത്തടത്തിൽ സ്നേഹസ്വരൂപ ആത്മബന്ധുവിനെ കണ്ടുകൊണ്ട് ആത്മീയ സ്നേഹത്തോടെ തന്നെ പെരുമാറും. ബുധനാഴ്ച വ്രതമാണ് ശക്തിസ്വരൂപ ആത്മാവാണ് ഞാൻ. സർവശക്തികളും രാവിലെ മുതൽ വൈകുന്നത് വരെ കർമ്മക്ഷേത്രത്തിൽ വരുന്ന എല്ലാ ടെസ്റ്റ് പേപ്പറുകളെയും ജയിക്കാനുള്ള എല്ലാ ശക്തികളും സർവശക്തിവാൻ പ്രഭു എനിക്ക് തന്നിട്ടുണ്ട്. അയ്യപ്പസ്വാമിയെ പോലെ ശക്തിശാലിയാണ് ഞാനും. എല്ലാ ബുധനാഴ്ചയും ഞാൻ എല്ലാ ശക്തികളെയും സമയത്ത് കാര്യങ്ങളിൽ ഉപയോഗിക്കും. വ്യാഴാഴ്ച എൻ്റെ വ്രതം ഞാൻ വിവേകശാലിയായിരിക്കും. വിവേകത്തോടു കൂടി പെരുമാറും. വെള്ളിയാഴ്ച പവിത്രതയുടെ ദിനമാണ്. ഞാനും ഒരു ശുദ്ധ ചൈതന്യ ആത്മസ്വരൂപമാണ്.
ശബരിമല യാത്രയ്ക്ക് പോകുമ്പോഴുള്ള എല്ലാ വ്രതങ്ങളും എൻ്റെ ജീവിത വ്രതമാണിനി. എല്ലാവരെയും ശുദ്ധ ചൈതന്യ ആത്മാവായി കണ്ട് സത്യതയോടെ ശുദ്ധിയോടെ വെള്ളിയാഴ്ച വ്രതം എടുക്കും. ശനിയാഴ്ച വ്രതം ഞാൻ സുഖമായിരിക്കും, എല്ലാവർക്കും സുഖം കൊടുക്കും. ഞായറാഴ്ച വ്രതം ഞാൻ സന്തോഷത്തിലിരിക്കും, ഏവർക്കും സന്തോഷം കൊടുക്കും. ഇപ്രകാരം ആഴ്ചയിൽ 7 ദിവസവും 7 വ്രതം എടുത്ത് കറുത്തവസ്ഥയിൽ നിന്ന് ഞാൻ വെളുത്ത അവസ്ഥയിലേക്ക്, കലിയുഗിയിൽ നിന്ന് സത്യുഗിയായി മാറും. ഓം ശാന്തി.